പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 89 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: അറിവിലിരുന്ന് അസത് അസ്തി എന്ന് അസംഖ്യം പൊരി ഇളകി ഭുവനം സ്ഫുരിക്കയാലേ, അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്ന് അറിയണം ഈ അറിവ് ഐക്യരൂപ്യമേകും. അറിവിലിരുന്ന് അസത് അസ്തി എന്ന അസംഖ്യം പൊരി ഇളകി ഭുവനം സ്ഫുരിക്കയാലേ, അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്ന് അറിയണം ഈ അറിവ് ഐക്യരൂപ്യമേകും. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അറിവിലിരുന്ന്, കേവലമായ അറിവിലിരുന്ന്, അസത് അസ്തി എന്ന് ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയം തോന്നത്തക്ക വിധത്തിൽ, അസംഖ്യം കണക്കറ്റ പൊരി ഇളകി തീപ്പൊരികൾ ഇളകിത്തെറിച്ച്, ഭുവനം പ്രപഞ്ചം സ്ഫുരിക്കയാലേ പ്രതീതമാകുന്നതുകൊണ്ട്, അറിവിനെ വിട്ട് അറിവിൽ നിന്നും വേറിട്ട ഒരു വസ്തു അന്യമില്ലെന്ന്, വേറൊരു സത്ത ഇല്ലെന്ന് അറിയണം. ഈ അറിവ്, ഇങ്ങനെയുള്ള ജ്ഞാനം ഐക്യരൂപ്യമേകും, ഏകരൂപം നൽകും. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. കേവലമായ അറിവിലിരുന്ന് ഉണ്ടെന്നും ഇല്ലെന്നും ഒരേ സമയം തോന്നത്തക്ക വിധത്തിൽ, കണക്കറ്റ തീപ്പൊരികൾ ഇളകിത്തെറിച്ച് പ്രപഞ്ചം പ്രതീതമാകുന്നതുകൊണ്ട്, അറിവിൽ നിന്നും വേറിട്ട വേറൊരു സത്തയില്ലെന്ന് അറിയണം. ഇങ്ങനെയുള്ള ജ്ഞാനം ഏകരൂപം നൽകും. നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ഒരേ തത്വം തന്നെയാണ് പലവിധ ദൃഷ്ടാന്തങ്ങളിലൂടെ തൃപ്പാദങ്ങൾ ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു ശ്ലോകം വേറൊരു ശ്ലോകത്തിന് പകരം വയ്ക്കാനും ആവുന്നതല്ല. അതിൻ്റെ രീതിവിധാനത്തിന് വ്യത്യാസം ഉണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവെന്ന വാക്ക് കേൾക്കുമ്പോൾ മനസ്സിൽ പതിഞ്ഞുപോയ കുറേ അർത്ഥങ്ങളാണ് പൊന്തിവരിക, അല്ലേ? എന്നാൽ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അർത്ഥത്തിലൊന്നുമല്ല തൃപ്പാദങ്ങൾ അറിവെന്ന് പ്രയോഗിക്കുന്നത്. അഗ്നികുണ്ഡം നമ്മൾ കണ്ടിട്ടില്ലേ? അതിൽ നിന്നും തീപ്പൊരികൾ ചിതറിത്തെറിക്കുന്നത് പോലെയാണ് ലോകം പ്രതീതമാകുന്നത്. ആ പ്രതീതിയാകട്ടെ വളരെ ക്ഷണമാത്രമായ നേരമേ നിലനിൽക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് അസത് അസ്തി, ഇല്ലെന്നും ഉണ്ടെന്നും പറയാവുന്ന അസംഖ്യം തീപ്പൊരികൾ ഇളകുന്നുവെന്ന് തൃപ്പാദങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം തന്നെ സദ്ഭാവവും അസദ്ഭാവവും ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ അറിവാകട്ടെ സത്ത മാത്രമാണു താനും. ആ സത്തയിൽ നിന്നാണ് സത്തും അസത്തും കൂടിക്കലർന്ന ഭുവനം ജനിക്കുന്നത്. ഇതിൽ അസത്തിന് കാരണമായിരിക്കുന്നത് മായയാണ്. മായ അറിവിൽ നിഹിതമാണെങ്കിലും മായയാൽ അബാധിതമാണ് അറിവ്. മായയെ അതിലംഘിച്ചുകൊണ്ട് തന്നെ കേവലമായ അറിവിന് നിലനിൽക്കാൻ കഴിയും. എന്നാൽ ജീവിത താതാത്മ്യമുണ്ടായാൽ ഈ മായ അവിദ്യ രൂപത്തിൽ എല്ലാ ജീവികളിലും വസിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ലോകം ഉണ്ടെന്നും ഇല്ലെന്നും മുറമാറി പ്രകടമാക്കുന്നത്. വിശ്വവും അവിശ്വവും, ഓർമ്മയും മറവിയും, ഉണർവും ഉറക്കവും എല്ലാം മായയുടെ വരുതിയിൽ വരുന്നതാണ്. എന്നാൽ അറിവിൻ്റെ കേവല സ്വരൂപത്തിൽ ഈ ദ്വന്ദ്വാനുഭവങ്ങളിൽ നിന്നൊക്കെ വിമുക്തിയും ഉണ്ട്. അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ലെന്ന് അതുകൊണ്ട് നാം ഓരോരുത്തരും അറിയണം. എന്നാൽ മാത്രമേ ഇവിടെ കാണുന്ന നാനാരൂപത്തിലും ഐക്യത്തിൻ്റെ പ്രകാശധാരയെ വിളക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ,
89-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.